വരുന്നത് എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം 3-ാമത് അധ്യായത്തിലാണ്. ഞാൻ ഭയപ്പെട്ടു, അങ്ങനെയല്ലേ കാണുക? ഞാൻ ഭയപ്പെട്ടു. വെയിലാറിയപ്പം ദൈവം തോട്ടത്തിൽ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. വാദം, വേർ ആർ യു? അതിൻ്റെ അർത്ഥം നീ എവിടെ ആയിരിക്കേണ്ടവനായിരുന്നു. മദ്യപിച്ചൊക്കെ ഓടെ കിടക്കുന്ന പ്രിയപ്പെട്ടവർ, ഏറെ സന്ധ്യയായിട്ടും വീട്ടിൽ പോകാതെ 10 മണിക്കും 11 മണിക്കും ഒക്കെ വീട്ടിൽ നിൽക്കുന്ന മക്കൾ, റോഡിൽ നിൽക്കുന്ന മക്കൾ, അമ്മ വിളിച്ച് ചോദിക്കുന്നു ചങ്കിടിപ്പോടെ, എവിടെയാ മോനെ? ഇവിടെ. എവിടെ? അതിന് മറ്റർത്ഥം, നീ ഇപ്പോൾ എവിടെ ഇരിക്കേണ്ടവനാ? ഇപ്പോൾ സന്ധ്യയ്ക്ക് വീട്ടിൽ വന്നു, എല്ലാവരും കൂടി ഇരുന്ന് പാട്ട് പാടി പ്രാർത്ഥിച്ചു, കഴിച്ചു, ഉറങ്ങേണ്ട സമയമായി. നീ ഇപ്പോൾ എവിടെ ഇരിക്കേണ്ടവനാ? പ്രാർത്ഥിച്ച് നിൻ്റെ മുറിയിൽ പുതപ്പിനടി കയറി ഉറങ്ങേണ്ട സമയമാണ്. പക്ഷെ ഇപ്പം നീ എവിടെയാ? എവിടെയോ അലയ. എവിടെ ആയിരിക്കേണ്ടവനായിരുന്നു? എല്ലാവരും ഒരുമിച്ച് വീട്ടിൽ മദ്യപിച്ച് ഏറെ രാത്രിയിലും ബാറിൻ്റെ അരണ്ട ലൈറ്റത്തിരിക്കുമ്പോൾ ഓർക്കുക, ഭാര്യ വിളിക്കുന്ന അപ്പ എവിടെയാ? കുഞ്ഞുങ്ങൾ വിളിക്കുന്ന അച്ഛ എവിടെയാ? എവിടെ ആയിരിക്കേണ്ടവരായിരുന്നു? എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് മക്കളെ കൊണ്ട് മുറി കിടത്തി പുതച്ച് മക്കൾ ഉറങ്ങിക്കൊണ്ട് പറഞ്ഞ് ഉമ്മ കൊടുത്ത് ഉറക്കിയിട്ട് വീട്ടിൽ മുറി വന്ന് ഭാര്യയോടൊപ്പം കിടക്കേണ്ടവൻ ഇപ്പം എവിടെയാ? വേർ ആർ യു? അപ്പം എവിടെ ആയിരിക്കേണ്ടവനായിരുന്നു എന്നുള്ളതിനും നമ്മൾ ഉത്തരം പറയണം. എവിടെ ആയിരിക്കേണ്ടവനായിരുന്നു? ആ എവിടെ ആയിരിക്കേണ്ടവനായിരുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിലാണ് ഭയം ഉണ്ടാകുക. ഭയം ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ കാണുന്നു, ഞാൻ തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് നഗ്നനാകൊണ്ട് ഭയപ്പെട്ടു. ചോദ്യം ഭയങ്കരമാണ്. എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഭയമാണ്. ഇന്ന് മനുഷ്യരുടെ വലിയൊരു പ്രശ്നമാണ് ഭയം, ഫോബിയ. എന്തുമാത്രം മക്കൾ, അത് വിശ്വാസ സമൂഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള മക്കൾ, പരീക്ഷയ്ക്കൊക്കെ നന്നായിട്ട് പഠിക്കുന്ന സുന്ദര കുട്ടപ്പന്മാരും കുട്ടപ്പിമാരും തലേദിവസം രാത്രി വിളിക്കുക, പേടിയാ. കുഞ്ഞ് നീയെല്ലാം പഠിച്ചു, പിന്നെ എന്താ പേടിക്കുന്നേ? അറിയത്തില്ല. ഇടി കൊച്ചെ കൂടി വന്നാൽ നീ തോക്കും, അത്രയല്ലേ ഉള്ളൂ. പരീക്ഷയ്ക്കൊന്നും തോറ്റു അല്ല, തോക്കരുത്, അല്ല തോറ്റ എന്തോ പറ്റും? നീ പറഞ്ഞ തോറ്റ എന്തോ പറ്റും? എന്ത് പറ്റാൻ? തോറ്റ എന്താ പറ്റും എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് തോറ്റവരെല്ലാവരും അങ്ങ് നശിച്ചു പോയോ? ഒന്നുമില്ല. ചിലരൊക്കെ തോറ്റത് കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ വിളി തിരിച്ചറിഞ്ഞു. അപ്പോൾ ഒരാൾ തമാശയ്ക്കാന്നെങ്കിലും പറഞ്ഞു, പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. എന്ത്? സ്കൂളിൽ, പഴയ ഗവൺമെൻറ് സ്കൂൾ, ഞാനിപ്പോഴത്തെ CBSE സ്കൂളല്ല, ഗവൺമെൻറ് സ്കൂളിൽ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ ഏറ്റവും ആരായിരിക്കും? മിടുക്കൽ. ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നവരാരാകും? ചിലപ്പോൾ അവർ എൻട്രൻസ് ഒക്കെ എഴുതും, എഞ്ചിനീയർ ആകും. സെക്കൻഡ് ബെഞ്ചിൽ ഇരിക്കുന്നവരാണ് LD ക്ലർക്ക്, ആ റാങ്ക്. മൂന്നാമത്തെ ബെഞ്ചിൽ ഇരിക്കുന്നവരായിരിക്കും പഞ്ചായത്ത് മെമ്പർ, ഓക്കെ, അല്ലെങ്കിൽ മാക്സിമം MLA ഏരിയ കമ്മിറ്റി സെക്രട്ടറിയോ DCC ഒക്കെ ആകുന്നു. ഏറ്റവും ഫോർത്ത് ബെഞ്ചിൽ ഇരിക്കുന്നവരാണ് ഉപദേശിയാകുന്നത്. വെച്ചു. അപ്പോൾ ഈ പെൺപിള്ളേർ ഇതുപോലെ അങ്ങനെ സൈഡിൽ ഏറ്റവും മുമ്പിൽ ഇരിക്കുന്നത് കൊച്ചു പിള്ളേർ, പഠിക്കാൻ മിടുക്കർ. 2, 3, 4-മത്തെ വരുമ്പോഴത്തെ അന്നത്തെ സമയത്ത് ഈ വലിയ പാവാടയൊക്കെ ഇട്ട് പ്രായമായവരാ, അവരായിരിക്കും നല്ല ഉപദേശി കൊച്ചമ്മമാർ. മക്കളെ പാടാ, കഴിച്ചിട്ട് പോരാ, മക്കൾ വന്നേടാന്നൊക്കെ വിളിക്കുന്ന അമ്മച്ചിമാരെല്ലാം ഈ പുറകിരുന്നവർ. അപ്പം പുറകിരുന്നത് കൊണ്ട് വല്ല പറ്റിയോ? ദൈവം പിമ്പരെ എന്താക്കും? ഒമ്പരാക്കും. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ പോഷത്വമല്ല. അപ്പം പിന്നെ എന്തിനാ പേടിക്കുക? അറിയത്തില്ല. ഭയം. ഈ ഭയം ഉണ്ടാകാനുള്ള കാരണം എവിടെ ആയിരിക്കുന്നോ അവിടുന്ന് മാറിയതാ. കർത്താവിനോടൊപ്പം സന്ധിക്ക് നടക്കേണ്ട മനുഷ്യൻ ഇപ്പം പേടിച്ചു. എന്താ കാര്യം? നഗ്നത എന്നുള്ളൊരു വാക്ക് മോശപ്പെട്ടൊരു വാക്കല്ല, ധ്യാനിക്കേണ്ട ഒരു വാക്കാണ്. നഗ്നത ഏറ്റവും ശുദ്ധമായൊരു വാക്കാണ്. നഗ്നതയാണ് ഏറ്റവും നല്ലൊരു വാക്കാണ് നഗ്നത, മോശപ്പെട്ടൊരു വാക്കല്ല. ആൺപിള്ളേരൊക്കെ കൊച്ചു പിള്ളേരായിരിക്കുമ്പോൾ 1-2 വയസ്സിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഫോട്ടോ എടുക്കുന്നേ? ഉടുക്കാക്കുണ്ടി ഇങ്ങനെ കൊച്ചി ഇറക്കാൻ അവനിങ്ങനെ ഓടി നടക്കും. നിക്കറൊക്കെ ഓടിയാൽ അത് വലിച്ചു പറിച്ച് അവൻ ഒറ്റ ഏറ് വെച്ചെടുക്കും. അത് ഒരു കുഞ്ഞിൻ്റെ നൈർമല്യതയാണ്. പ്രായമാകുമ്പോൾ അവൻ്റെ അവസ്ഥകൾ മാറും. അപ്പോൾ ആ നഗ്നത വിശുദ്ധിയുടെ ഒരു നഗ്നതയാണ്, കുഞ്ഞിൻ്റെ ഒരു നഗ്നത, മറയ്ക്കാനൊന്നും ഇല്ലാത്ത. പക്ഷേ ഇവിടെ കാണുന്ന നഗ്നത എന്നൊക്കെ നഗ്നനാകൊണ്ട്. 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം കണ്ടോ? ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് എന്തില്ലായിരുന്നു? നാണം ഇല്ലായിരുന്നു.
ആ നഗ്നത എന്താ? ഒന്നും മറയ്ക്കാനില്ലാത്ത നഗ്നത. ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്കോ ഭാര്യയിൽ നിന്നും ഭർത്താവിനോ ഇരുവർക്കും ദൈവത്തിൽ നിന്നോ മറയ്ക്കാനില്ലാത്തൊരു നഗ്നത. ഇരുവരും നഗ്നരായി. കാലം മുമ്പോട്ട് പോയപ്പോൾ എന്തു പറ്റി? പാപം ചെയ്തു, മറയ്ക്കാനുണ്ടായി, പാത്തു നിന്നു. എവിടെയോ വായിച്ചൊരു കഥ ഒത്തിരി വേദി പറഞ്ഞിട്ടുണ്ട്, ഈ വേദിയിലും പറയട്ടെ. ഇന്ന് പകലും ഒരു വിവാഹവേദി പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഒത്തിരി പേർക്ക് എന്തൊക്കെയോ ഒരു സന്തോഷം, ഒരു മാറ്റമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നഗ്നതകൾ വിശുദ്ധമാണ്. അതിനകത്ത് മറയ്ക്കാനൊന്നുമില്ലാത്ത വിശുദ്ധാവസ്ഥ എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ കാര്യമല്ല ഇവിടെ പറയുക. ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നഗ്നവും മലർന്നവുമായിട്ടൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും മറയ്ക്കാനില്ല. ഭർത്താവും ഭാര്യയും ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ ആ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ ദമ്പതികൾ മുമ്പോട്ട് പോകുമ്പോൾ ഭാര്യയ്ക്ക് എന്തോ അപൂർവമായ രോഗം. പതുക്കെ പതുക്കെ അവൾ മരണാസനയാവുകയാണ്. സ്നേഹനിധിയായ ഭർത്താവ് അടുത്തിരുന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്നു. അവരെ വിസിറ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ സ്നേഹത്തിൻ്റെ ആ വലിയ പ്രഭാവം കണ്ട്, ആ സ്നേഹത്തിൻ്റെ വലിയ നിറവ് കണ്ട് അസൂയപ്പെടുകയാണ്. കാണാൻ ചെന്ന സഹോദരിമാർ ഭർത്താവിനോട് പറഞ്ഞു, അവരുടെ ഭർത്താവിനോട് கொஞ்சம் കണ്ടുപഠിക്കുക സ്നേഹം. എന്തൊരു സ്നേഹം കൂടിയപ്പോൾ മരണാസനയായ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു പോലും, ചേട്ടാ ഞാൻ മരിക്കും. മോളെ നീ അങ്ങനെ പറയില്ലേ, എനിക്ക് മറ്റൊരാളെ ഓർക്കാൻ ഒക്കില്ല. അങ്ങനെയല്ല, ഞാൻ മരിക്കാൻ സാധ്യതയാണ്. ഞാൻ മരിച്ചാൽ ചേട്ടനൊരു കാര്യം ചെയ്യണം, സത്യം ചെയ്യണം, പെണ്ണ് കെട്ടണം. ഇടി അങ്ങനെ പറയല്ലേ, എനിക്ക് വേറൊരു പെണ്ണിനെ ഓർക്കാനൊക്കെ ഇല്ല. ആ കെട്ടി വരുന്ന പെണ്ണിൻ്റെ മൂക്കിൽ എൻ്റെ മൂക്കുത്തി ഊരിയിടണം. ചേട്ടാ അങ്ങനെ പറയാതെ. ആ വരുന്ന പെണ്ണിൻ്റെ കാതിൽ എൻ്റെ കാതിപ്പ് ഊരിയിടണം. അങ്ങനെ പറയല്ലേ. ആ പെണ്ണിൻ്റെ കഴുത്തിൽ എൻ്റെ മാല ഊരി അവിടെ കഴുത്തിയിടണം. അങ്ങനെ പറയല്ലേ. പറഞ്ഞു വന്നപ്പോൾ അവൾ പറഞ്ഞെന്ന്, ആ വരുന്ന പെണ്ണിൻ്റെ കയ്യിൽ എൻ്റെ വള ഊരിയിടണം. പെട്ടെന്ന് അയാൾ പറഞ്ഞു, സോറിയടി, ഈ വള അവിടെ കയ്യെ കയറത്തില്ല. കാരണം മറ്റൊരു തടിച്ച കൈ അയക്കറിയാനും മറ. ഒരു ദിവസം പുറത്തു വന്നു. അപ്പോൾ ഓർക്കേണ്ടത്, മറയ്ക്കാനുള്ളവർക്ക് പേടിക്കേണ്ടി വരും. എന്നാൽ മറകളൊന്നും ഇല്ലാത്തവൻ പേടിക്കാതെ നിൽക്കും. കർത്താവ് ചോദിക്കുന്നു, നിനക്ക് വല്ലതും മറയ്ക്കാനുണ്ടോ? നീ എവിടെ ആയിരിക്കേണ്ടവനായിരുന്നു? എന്നും നൈർമല്യത്തോടെ സന്ധികളെ സ്തുതി കൊണ്ട് മുഖരിതമാകേണ്ട വീടുകൾക്ക് ഇന്നെന്ത് പറ്റുന്നു? ആരാധനാലയങ്ങൾക്ക് എന്താ പറ്റുക? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ എപ്പം ചോദിച്ചാലും നീ എവിടെയും ചോദിച്ചാൽ ഞാൻ ഇവിടെ, എന്നെ ആക്കി വെച്ചിടത്ത്. ഒരു ശുശ്രൂഷകനാണെങ്കിൽ അവിടെ ആക്കി വെച്ചെടുത്ത്, ഒരു ഏരിയ ലീഡറാണെങ്കിൽ അവിടെ ആക്കി വെച്ചെടുത്ത്, ഒരു സെല്ലിൻ്റെ ലീഡറാണെങ്കിൽ അവിടെ ആക്കി വെച്ചെടുത്ത്, ഒരു സൺഡേ സ്കൂൾ അധ്യാപകനാണെങ്കിൽ അവിടെ ആക്കി വെച്ചെടുത്ത്. ഐ എം ഹിയർ, ഞാനിവിടെ ഉണ്ട്. അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ ചോദ്യം, നീ എവിടെയാ? ആ ചോദ്യത്തിന് നാം ഉത്തരം പറയേണ്ട ചോദ്യമാ, നീ എവിടെയാ? രണ്ടാമത്തെ ചോദ്യം നാം കാണുന്നു കയീനോടാണ്. എന്താ ചോദിച്ചത്? കയീനോട് ചോദിക്കുന്നു, നിന്റെ സഹോദരൻ എവിടെ? യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ? വേർ ഈസ് യുവർ ബ്രദർ? നിന്റെ സഹോദരൻ എവിടാ? അപ്പോൾ അവൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനും. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ട്. നാം കാവൽക്കാരാണ്. ആരുടെ? സഹോദരങ്ങളുടെ കാവൽക്കാരാണ്. 83 വയസ്സുള്ള ചാക്കോ എന്ന് പറയുന്ന ഒരു മേസ്ത്രി അപ്പച്ചൻ ഞങ്ങൾക്ക് ഇന്നലെ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുമ്പോൾ അത് നഷ്ടമല്ല, മരണമെന്ന് എനിക്കറിയാം. എങ്കിലും സഭയ്ക്ക് നഷ്ടപ്പെട്ടു. 83 വയസ്സുള്ള ചാക്കോ അപ്പച്ചൻ അടക്കം കഴിഞ്ഞിട്ട് എളിയദാസൻ ഇവിടെ ഓടിയെത്തിയത്. എന്തായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം? ഒരു മേസ്ത്രി, വലിയ പൈസയൊന്നും ഇല്ലാത്ത സാധുവായ ഒരു മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യൻ എൻ്റെ കാവൽക്കാരനായിരുന്നു. 80 വയസ്സുള്ളപ്പോഴും 21 ദിവസം ചർച്ചിൽ യോഗം നടക്കാത്തപ്പോൾ അവിടെ വന്നിരുന്ന് ഉപവസിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാ മോനെ? കുഞ്ഞിന് അപ്പനില്ലല്ലോ, ഇത്രയും കാര്യം ചെയ്യല്ലേ, ഞാൻ നിനക്ക് വേണ്ടി ഉപവസിക്കുക. 80ാമത്തെ വയസ്സിൽ 21 ദിവസം സ്വന്തം കാര്യം അല്ലാതെ സഭയുടെ ദൈവദാസന് വേണ്ടി ഉപവസിച്ച അപ്പച്ചൻ ഇന്നെനിക്ക് പോയി. കാവൽക്കാർ. ദൈവം ചോദിക്കുന്നു, നിന്റെ സഹോദരൻ എവിടെ? ഉത്തരം അവൻ തന്നെ പറഞ്ഞു, ഞാൻ കാവൽക്കാരനാണോ? അർത്ഥം ഉത്തരം അതായിരുന്നു. അവൻ അറിയാമായിരുന്നു, ഞാൻ ചേട്ടൻ, എൻ്റെ അനുജൻ്റെ കാവൽക്കാർ.
ഇന്ന് രാത്രിയിലും ദൈവം ചോദിക്കുക, കാക്കാൻ ഏൽപ്പിച്ചവരൊക്കെ സൂക്ഷിക്കുന്നുണ്ടോ? കാവൽ കാക്കാൻ ഏൽപ്പിച്ചവർ എവിടെ? അനിയൻ എവിടാ? അനിയൻ എവിടാ? ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ഉപമയിൽ ഒരു ചേട്ടൻ, മൂത്തപുത്രൻ, അനിയൻ തിരിച്ചു വന്നപ്പോൾ കയർക്കുന്ന ചേട്ടൻ. അനിയൻ തിരിച്ചു വന്നപ്പോൾ സന്തോഷിക്കാൻ കഴിയാതെ പോയ ചേട്ടൻ. ചേട്ടന്മാരെ എല്ലാം കൂടെ വിളിച്ചു നിർത്തി തമ്പുരാൻ ഒരു ചോദ്യം ചോദിക്കും, നിന്റെ അനിയൻ എന്തിയെ? ഒരു സഭയിൽ ആദ്യം വന്നവർ ബാക്കിയുള്ളവർ വരുമ്പോൾ അവർ ജ്യേഷ്ഠന്മാരാ. ഒരു കുഞ്ഞ് മാത്രം അപ്പനും അമ്മയ്ക്കും ഉള്ളപ്പം അവരെല്ലാം ഒറ്റ മക്കളാ. പക്ഷെ കാലം മുമ്പോട്ട് പോകും തോറും മറ്റു മക്കൾ വരുമ്പോൾ മൂത്തവരുടെ സ്ഥാനം മാറും. ആദ്യം അവർ ചേച്ചിയാവും, പിന്നെ അച്ചാച്ചനാവും. എന്നാൽ കുറച്ചുകൂടെ ഗ്യാപ്പിട്ട് അവരൊരു 10-ാം ക്ലാസ്സിലൊക്കെ ആകുമ്പം ഇപ്പം അങ്ങനെ ഗ്യാപ്പിട്ട് പിള്ളേരൊന്നും ഉണ്ടാകുന്നില്ല. അവരൊരു 10, 15, 16 വയസ്സാകുമ്പോൾ അമ്മയ്ക്കൊരു കുഞ്ഞുണ്ടായ ആ ചേട്ടൻ വെറും ചേട്ടനല്ല, ചേച്ചി വെറും ചേച്ചിയല്ല, അമ്മയുടെ സ്ഥാനിയാ. ചേട്ടത്തി മൂത്ത അമ്മ. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അപ്പയുടെ മൂത്ത പെങ്ങളുടെ ധൈര്യവും ധാഷ്ട്യമൊക്കെ. പ്രായമായാലും അപ്പയൊക്കെ അടിക്കുമായിരുന്നു. എന്താ കാര്യം, എടുത്തുകൊണ്ട് നടന്നാന്നുള്ള ഹുങ്ക്, അതൊരു ധൈര്യ. എടാ പെറ്റില്ലെന്നുള്ള വളർത്തിയത് ഞാനാ. എന്നെ കേൾക്കുന്ന എല്ലാ ചേട്ടന്മാരും ചോദിച്ചോട്ടെ, അനിയന്മാരൊക്കെ എന്ത് ചെയ്യും? കാവൽ. എവിടെ അനിയൻ? എവിടെ അനിയത്തി? ഇന്ന് എവിടെയാ കാവലുണ്ടോ? ഞാൻ കാവൽ കാത്തുകൊണ്ട് കൊത്തറങ്ങൾ തിന്നുകൊണ്ട് എൻ്റെ ആവലാതെ. അനിയനെ കാക്കേണ്ടവർ ഇന്ന് അനിയൻ്റെ ഘാതകരോ? എവിടെ അനിയൻ? എവിടെ അനിയത്തി? ഉത്തരം പറയണം. നിന്റെ അനുജൻ എവിടെ? നഷ്ടപ്പെട്ടോ? ലോക്ക്ഡൗണിൽ വരാതായോ? ഹൂസ് റെസ്പോൺസിബിലിറ്റി? ആരാണ് റെസ്പോൺസിബിൾ? ഐ ആം റെസ്പോൺസിബിൾ. വേറൊരാളുടെ മുകളിലേക്ക് നമുക്ക് ഉത്തരവാദിത്വം മാറ്റിവെക്കാൻ ഒക്കത്തില്ല. ഐ ആം റെസ്പോൺസിബിൾ. എത്ര പേർ ദൈവത്തോട് പറയും, കാവൽ കാക്കേണ്ടവർ എവിടെ? നിന്റെ അനുജൻ എവിടെ? വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. എവിടെയാണ്? എവിടെ? എവിടെ? ഉൽപ്പത്തി പുസ്തകം നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. പക്ഷേ ആ യാത്രയിൽ ക്ഷാമം വന്നു. ക്ഷാമം വന്നപ്പോൾ പിടിച്ചു വയ്ക്കാൻ കഴിയാതെ മിസ്രൈമിലേക്ക് പോയി. വീണ്ടും ദൈവം ഇടപെടുന്നു, മടങ്ങി വരുന്നു. മടങ്ങി വന്ന കൂട്ടത്തിൽ കിട്ടിയതായിരിക്കണം ഒരു ദാസി. ഹാഗാർ പറയുന്ന ഒറ്റ വാക്കിൽ, മിസ്രൈമെ ദാസി. കാലം മുമ്പോട്ട് പോയി. 15-ാം അധ്യായത്തിൽ ഈ അബ്രഹാം അല്ലാതെ കഷ്ടപ്പെട്ട് പേടിച്ചിരിക്കുക. ദൈവമെന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട. അവൻ്റെ ഭയം എന്തായിരുന്നു? കർത്താവായ യഹോവേ, യഹോവേ നീ എനിക്ക് എന്ത് തരും? ചോദ്യം ദൈവത്തോട്. നമ്മൾ കണ്ടു ദൈവം ചോദിച്ച ചോദ്യങ്ങൾ. നീ എവിടെ? 2, നിന്റെ സഹോദരൻ എവിടെ? മനുഷ്യൻ ദൈവത്തോട് ചോദിച്ച ചോദ്യം അബ്രഹാം ചോദിക്കുന്നു, എനിക്കെന്ത് തരും? അതിന് കർത്താവ് യഹോവേ നീ എനിക്ക് എന്ത് തരും? ഞാനിങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ചില്ലേ, എനിക്ക് എന്ത് തരും? ഒരു പക്ഷേ വ്യംഗ്യാർത്ഥത്തിലാണെങ്കിലും ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിൽ ഇരിക്കുന്നവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവെ എന്ത് തരും? എന്താ അവൻ്റെ പ്രശ്നം? അബ്രഹാമിൻ്റെ അവകാശിയില്ല. ദമ്മശക്കനായ എലയാസർ എൻ്റെ അവകാശിയാവും. എനിക്ക് എന്ത് തരും? എനിക്ക് മക്കളില്ല. കർത്താവ് പറഞ്ഞു, ഉത്തരം, അവൻ നിന്റെ അവകാശിയാകിയില്ല. പിന്നെ അവനെ പുറത്തു കൊണ്ടുവന്നു. ഈ എന്ത് തരുമെന്നൊക്കെ ചോദിക്കുന്നത് ഒരു കേർവിനകത്ത്, ഒരു ഗുഹയ്ക്കകത്തിരിക്കുമ്പോഴാണ്. ദൈവം അവനോട് പറഞ്ഞു, പുറത്തു വാ, കം ഔട്ട്, പുറത്തു വാ. എന്നിട്ട് നോക്കിക്കേ. എങ്ങോട്ട്? ആകാശത്തോട്ട് നോക്കിക്കേ. കണ്ടോ നീ നക്ഷത്രങ്ങളെ? കണ്ടോ? വാത്സല്യ പ്രിയമുള്ളവരെ, രാത്രിയിലൊക്കെ ഇറങ്ങി
വല്ലപ്പോഴും എങ്കിലും നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലേറ്റായിട്ട് കിടക്കും, നേരം വെളുത്ത് അർദ്ധരാത്രിയിലൊക്കെ എഴുന്നേറ്റ് ടെറസിൻ്റെ മുകളിലൊക്കെ കയറി ചുമ്മാ മേപ്പോട്ടൊന്ന് നോക്കണം, നല്ല നക്ഷത്രങ്ങളെ കാണാം, മനസ്സ് പകുതി ശരിയാവും. ഒരു സുഹൃത്തുണ്ട് പറഞ്ഞു, പകലും നക്ഷത്രമുണ്ട് പാസ്റ്റേ, പക്ഷെ ഒരു കാര്യം ഓർത്തോണം, നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്നത് ഇരുട്ടത്ത് മാത്രമാണ്. എപ്പോഴും ഓർത്തോണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടുകളിലാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സാരഗതിയിലാണ് നമുക്ക് ദൈവം ഒരുക്കിയ നക്ഷത്രങ്ങളെ കാണാൻ കഴിയുക. എങ്ങനെ നോക്കണം? മേളിലോട്ട് നോക്കണം. കണ്ടോ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ടു. അതുപോലെ ഞാൻ നിന്റെ സന്തതി വർദ്ധിപ്പിക്കും. പക്ഷെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ചെറിയൊരു അപജയം. 16-ാം അധ്യായത്തിൽ കാണുന്നു, അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല. എന്നാൽ അവർക്ക് ഹാഗർ എന്ന് പേരുള്ള ഒരു മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. ഹാഗർ എന്ന പേരുള്ള മിസ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അമ്മ സാറായി വന്നിട്ട് അബ്രഹാമിനോട് പറയുന്നു, എനിക്ക് കുഞ്ഞിനെ വേണം. ഏതൊരു അമ്മയ്ക്കും അമ്മയാകാനുള്ള ഒരു ത്വരയുണ്ട്. മാതൃത്വത്തിൻ്റെ വിളിയാണ് ഒരു സ്ത്രീയുടെ വിളി. സ്ത്രീത്വം പൂവണിയപ്പെടുന്നത് മാതൃത്വത്തിലാണ്. അമ്മയാകാൻ വിളിക്കപ്പെട്ടവൾ. അതിനെന്ത് ചെയ്യണം? എനിക്ക് ഒരു കുഞ്ഞിനെ വേണം. അപ്പം മിസ്രൈമ്യദാസിയ ഹാഗറിനെ തൻ്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. അവൾ ഹാഗറിൻ്റെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചു. 16-ാം അധ്യായം. താൻ ഗർഭം ധരിച്ചു എന്ന് കണ്ടപ്പോൾ യജമാനത്തെ അവിടെ കണ്ണിന് നിന്ദിതയായി. ഇതൊരു വലിയ ഘടകമാണ്. മാറ്റങ്ങൾ മറ്റുള്ളവർക്കോട് ചിലപ്പോൾ നിന്ദയുണ്ടാക്കും. സത്യത്തിൽ ഹാഗറിനെ അബ്രഹാമിൻ്റെ അടുക്ക കൊണ്ടുവന്ന് ആക്കിയത് ആര്? സാറായി. പക്ഷേ സാറായിക്ക് മക്കളില്ല. ഹാഗർ ദാസി. അന്ന് വരെ അബ്രഹാം വരുമ്പോൾ അടുക്കളയുടെ പിന്നാമ്പുറങ്ങളിൽ യജമാനൻ്റെ മുഖത്ത് നോക്കാൻ മടിച്ചിരുന്ന ഹാഗറുടെ സ്ഥിതി അങ്ങ് മാറി. ഇപ്പം വയറ്റിൽ കുഞ്ഞു വരുന്നു. അബ്രഹാം, ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, ഒരു പച്ച മനുഷ്യനായി പറയുന്നുണ്ട്, ബുദ്ധിമുട്ട് തോന്നല്ലേ? അബ്രഹാം എന്ന അപ്പൻ അടുത്ത് നടന്നു പോകുമ്പോൾ ഹാഗാറിൻ്റെ ഉള്ളിൽ ഒരു തുടുകെട്ട്, ഒരു പെരുമ്പറ മുഴങ്ങുന്നു. അപ്പൻ പോവുക. ഇടയ്ക്കൊക്കെ പറയാൻ തുടങ്ങിക്കാണും കുഞ്ഞിനോട്, താണ്ടു പോകുന്നത് നിൻ്റെ അപ്പൻ. കേട്ടോ എന്നറിയത്തില്ല. കുഞ്ഞൊരു ചവിട്ട്, ഒരു മുഴ, ഒരു ബഹളം വയറ്റിൽ കിടന്നു. മനസ്സിലായി, അപ്പനെ കണ്ടതിൻ്റെ ആയിരിക്കും. ഹാഗർ പെതുക്കെ അടുക്ക ചെന്ന് ചോദിച്ചു കാണും, ചേട്ടാ ക്ഷീണിച്ചിരിക്കുന്നു, കയ്യിൽ തരട്ടെ? ചായ കുടിക്കണോ? പച്ചവെള്ളം തരട്ടെ? സാറായിക്ക് മുറുമുറുപ്പായി. ഇന്നലെ വരെ അടുക്കള നിന്നവൾ ഇപ്പം ചോദിക്കുന്നു, കാപ്പി വേണോ, ചായ വേണോ, ക്ഷീണിച്ചു പോയല്ലോ, ചോറിട്ടെ, ഇച്ചൂടെ തരട്ടെ? സാറയ്ക്ക് ഇടങ്കോലിട്ട് കാണാം, ഇല്ലായിരിക്കാം, മുഖം മാറി, പക്ഷെ നിന്നിച്ചു. ഒരു കാര്യം എപ്പോഴും ഓർത്തണം, മാറ്റം വരുത്തിയവരെ നിന്ദിക്കാൻ കാരണമാകല്ലേ. മാറ്റം വരുത്താൻ കാരണമായവരെ നിന്ദിക്കാൻ കാരണമാകല്ലേ. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അത്തിപ്പഴത്തോളം അകനിന്നയുണ്ടെങ്കിൽ അത്തിക്കിലെങ്ങും ഐശ്വര്യം വരത്തില്ല. അത്തിപ്പഴത്തോളം അകനിന്നയുണ്ടെങ്കിൽ അത്തിക്കിലെങ്ങും ഐശ്വര്യം വരത്തില്ല. മാറ്റങ്ങൾ നിന്നയ്ക്ക് കാരണമല്ലേ. ഓൺലൈനാണെന്നറിയാം, എങ്കിലും പറയട്ടെ, ഒത്തിരി പേരെ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച, കൊണ്ടുവന്ന, വളർത്തിയ, വലുതാക്കിയ ഒരു വീടാണ് ഞങ്ങളുടെ വീട്. ആ കൂട്ടത്തിലൊരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് ബൈബിൾ ക്ലാസ്സൊക്കെ പഠിപ്പിച്ച് ഉപദേശിയൊക്കെ ആക്കി മിടുക്കനാക്കി. കൺവെൻഷൻ പ്രാസംഗികനാക്കി. മിടുക്കൻ. ഭാഷ ഇങ്ങനെ ഒഴുകും. ആ ഭാഷ ഇങ്ങനെ ഒഴുകും. എന്തൊരു ഭാഷാശൈലി! ഭാഷാശൈലിയൊക്കെ കൂടി പ്രോഗ്രാമൊക്കെ ആയി ആകെ ആളങ്ങ് ഭയങ്കരമായി. എല്ലാവരും പറഞ്ഞ് ഭയങ്കര ഭാവിയാണ്. പൊട്ടിക്ക് അഹങ്കാരം ഇച്ചിരി നിന്ന് ഒരു ക്യാമ്പ് നടക്കുക, മക്കളെല്ലാം കേൾക്കണം. അപ്പോൾ ആ ക്യാമ്പിൽ, അന്നത്തെ ക്യാമ്പിൽ ചോദ്യോത്തരമുണ്ട്. ചോദ്യോത്തരം വലിയൊരു സംഭവമാണ്. മിക്ക പിള്ളേരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഓർമ്മയുണ്ട്? അന്നത്തെ കാലത്ത് മിക്ക പിള്ളേരും ചോദിക്കുന്ന ചോദ്യം, ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെടുക്കുമെന്ന്. ആരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ? ഇതൊക്കെയാണ് ആദ്യത്തെ ചോദ്യം. ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. ഒരു ക്യാമ്പിൽ എന്നോടും ചോദിച്ചു, ആരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു, കർത്താവേ. കുടുക്ക് ചോദ്യം. എന്ത് പറയണം? രക്ഷിക്കപ്പെട്ടവൻ ദൈവത്തിൻ്റെ പുത്രൻ, രക്ഷിക്കപ്പെടാത്തവർ
മനുഷ്യൻ്റെ പുത്രൻ. അപ്പം ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെടുക്ക് വന്നെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവൻ രക്ഷിക്കപ്പെടാത്തവനെ പ്രേമിച്ചു. അതിൻ്റെ അർത്ഥമാണ്. അങ്ങനെ ആയ അപകടമുണ്ടോ? അപകടമുണ്ട്. രക്ഷിക്കപ്പെട്ടവൻ്റെ അപ്പനാര്? ആര്? ദൈവം. രക്ഷിക്കപ്പെടാത്തവരുടെ അപ്പനാര്? പിശാച്. അപ്പോൾ രക്ഷിക്കപ്പെട്ടവൻ രക്ഷിക്കപ്പെടാത്തവരെ കല്യാണം കഴിച്ച അമ്മായിപ്പനാരാകും? പിശാച്. രാവിലെ വന്ന് വഴക്കുണ്ടാക്കും. നീ എന്തിനാണ് എൻ്റെ വെച്ചിട്ട് നോക്കിയേ? ഇതോടാ പറഞ്ഞേ? രാവിലെ വൈകിട്ടും വഴക്ക് കേൾക്കാം. ഇടപെടും, എല്ലാത്തിനകത്ത് ഇടപെടും, വേദി ഒരുക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ പുള്ളിക്കാരൻ പെട്ടെന്ന് അവരൊരു 5-6 പിള്ളേർ കൂടി ഒരു കളിയാക്കാൻ ഒരു ഡ്രാമ ഉണ്ടാക്കി. ക്വസ്റ്റ്യൻ ആൻസർ പറയേണ്ടിയിരുന്ന അവരുടെ ഒരു പ്രധാനപ്പെട്ട ബൈബിൾ കോളേജ് അധ്യാപകൻ, ഞങ്ങളുടെ ഈ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ സ്കൂട്ടായി, അങ്ങനല്ലേ പറയുക, സ്കൂട്ടായി, മുങ്ങിയങ്ങ്. എന്നിട്ട് എൻ്റെ അപ്പനെ പിടിച്ച് അവിടെ ഇരുത്തി. അപ്പയ്ക്ക് ബൈബിളിൻ്റെ വലിയ അറിവൊന്നും ഇല്ല, ആകെപ്പാടെ യേശു കത്താന്നറിയാം. എന്നിട്ട് ഇവരെ കളിയാക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്നിട്ട് ഈ കൊച്ചനെ എഴുന്നേറ്റ് എന്നൊരു ചോദ്യം ചോദിച്ചു, സർ രക്ഷ നഷ്ടപ്പെടും. അപ്പം എനിക്ക് മനസ്സിലായി, ഇവൻ കൊടുക്കാൻ ചോദിക്കുക. നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ഇവൻ്റെ വാക്യമുണ്ട്, നഷ്ടപ്പെടത്തില്ല. നഷ്ടപ്പെടത്തില്ലെന്ന് പറഞ്ഞാൽ ഇവൻ തെളിയിക്കും, നഷ്ടപ്പെടും. അപ്പം അതിനെ നോക്കിയിട്ട് പറഞ്ഞു, കൊച്ചേ നഷ്ടപ്പെടുമോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ ഒരു വെളിപ്പാട് കാണുന്നുണ്ട്, നീ നഷ്ടപ്പെട്ടു പോകുന്നു. പിറ്റേ ദിവസം തൊട്ട് കൂലിപ്പണിയായി, ഇന്ന് വരെ പ്രസംഗിച്ചിട്ടില്ല. ഇതാണ് എന്താ കാര്യം? അകനിന്ന. ഹാഗറിൻ്റെ ജീവിതത്തിൽ പറ്റിയത് നിന്നയാണ്. ഒരു മനുഷ്യനെ നിന്ദിക്കരുത്. എത്ര ഉയർച്ചകൾ മറ്റുള്ളവരെ നിന്ദിക്കാൻ കാരണമല്ലേ? അറിയാതെ ഇങ്ങനെ നമ്മുടെ അകത്തൊരു തുരയുണ്ടാകും. ആരായി നിന്ദിക്കാൻ? നമ്മൾ. അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ്റെ ഭാര്യ തിരുവല്ലയിൽ വെച്ച് തൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിൽ വന്ന് ടിപ്പറടിക്കുമ്പോൾ ഓർത്തില്ല, ഇതെൻ്റെ വണ്ടി, എൻ്റെ വാഹനമാണ്. ഞങ്ങളുടെ മറ്റൊരു, ഞാൻ അറിഞ്ഞു പോകാനൊത്തില്ലെങ്കിലും എൻ്റെ സുഹൃത്തിൽ നിന്ന് കേട്ടു, ഇന്ന് ഞാൻ കേട്ടു, ആ കുഞ്ഞ്, വേറൊരു കുഞ്ഞ്, ഒരു ദൈവദാസൻ്റെ കുഞ്ഞ് പെട്ടെന്ന് ബ്ലഡ് ക്യാൻസറാണെന്ന് അറിഞ്ഞു. അധികം ദിവസങ്ങൾക്കകത്ത് മരിച്ചുപോയി. അടക്കത്തിൻ്റെ അന്ന് രാവിലെ അവർക്ക് പോസ്റ്റ് വന്നു, കാനഡയിലെ വിസ. വീട്ടിൽ നിന്ന് മോൻ്റെ ബോഡി എടുക്കുമ്പോൾ എന്നോട് ഇന്ന് ജിബിൻ പൂക്കാല പറഞ്ഞ, ബോഡി എടുക്കാൻ സമയമായപ്പോൾ അന്ന് വിസ വന്നു. ആരായി മനുഷ്യൻ? നമ്മൾ ആരാ? ഹൂവിയ. നിന്ദിക്കരുത്. ശകലം പോലും നിന്ന അകത്തുണ്ടാവില്ല. ആരോടും ആകർക്ക് നിന്നുണ്ടായി. യജമാനത്തി അവിടെ കണ്ണിൽ നിന്ദിതയായി. കാരണം അവൾ ഈ നിലയിൽ വരാൻ കാരണം യജമാനത്തിയാ. അതവൾ മറന്നു. വന്ന വഴി മറക്കല്ലേ.